പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗവുമായിരിക്കുമ്പോഴാണ് 2017 പുതുക്കിയ കൊടിമരം സമർപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ പല ആളുകളിൽ നിന്ന് സ്വർണം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ സ്വർണം സ്വീകരിച്ചതായി റെസീറ്റ് കൊടുക്കുകയോ കൃത്യമായി അതിൻ്റെ വിശദാംശങ്ങൾ മഹസറിൽ എൻ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 11/6/2017 ഇന്നേ ദിവസം ഒരു ഭക്തൻ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പിനെ ഏൽപ്പിച്ച 5 ഗ്രാം തങ്കവകകൾ തിരുവാഭരണം കമ്മീഷണറെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏത് ഭക്തൻ തുടങ്ങിയ കാര്യങ്ങൾ പോലും ഇല്ല. നടപടിക്രമം അനുസരിച്ച് കൃത്യമായി എൻ്റർ ചെയ്യേണ്ട തിരുവാഭരണം രജിസ്റ്ററിൽ എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ടില്ല. ഇതിൽ നേരത്തെ നിശ്ചയിച്ചത് തിരുവാഭരണം കമ്മീഷണർ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കാനായിരുന്നു. അതിന് പകരം അഭിഭാഷക കമ്മീഷണറാണ് ഈ കാര്യങ്ങൾ സ്വർണ്ണമടക്കമുള്ളവ സ്വീകരിച്ചിട്ടുള്ളത്. സാധാരണ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് 2017 അവിടെ നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ 2019 കാര്യം അന്വേഷിക്കുന്നത് പോലെ തന്നെ 2017 കാര്യവും സ്വാഭാവികമായും അന്വേഷിക്കണ്ടേ? അഭിലാഷ് ചോദിച്ചതിൽ കുറച്ച് കാര്യങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഫോണിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നത് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഏകദേശം അവരുടെ ചോദ്യത്തിൻ്റെ ഒരു ഇതെനിക്ക് കിട്ടി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം അങ്ങ് ഞാനൊരു വാർത്ത വായിക്കാം. അങ്ങ് മാതൃഭൂമി ന്യൂസിൻ്റെ ഒരു സീനിയർ എഡിറ്ററാണല്ലോ. ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിൻ്റെ എഴുതിയിരിക്കുന്നൊരു വാർത്ത ഇന്ന് വായിക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്, ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും മെമ്പറായിരുന്ന അജയ് തറയിലുമൊക്കെ വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലാണ് കൊടിമരവുമായി ബന്ധപ്പെട്ട് പ്രധാനമായ ആരോപണം ഉയരുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരുടെയും പേരുകൾ വിജിലൻസ് റിപ്പോർട്ടിലില്ല. പകരം കൊടിമരത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷനായ ASP കുറുപ്പിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിരിക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണക്കൊള്ള എന്ന തരത്തിലല്ല വിജിലൻസ് ഈ വിഷയം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സ്വർണം ഏറ്റുവാങ്ങാൻ അഭിഭാഷക കമ്മീഷണറെ ചുമതലപ്പെടുത്തിയില്ല. അതേസമയം സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ നൽകിയ സ്വർണം ഏറ്റുവാങ്ങിയത് അഭിഭാഷക കമ്മീഷനാണ്. സ്വർണം ഏറ്റുവാങ്ങുമ്പോൾ രസീത് നൽകുന്നതിലും അഭിഭാഷക കമ്മീഷൻ വീഴ്ച വരുത്തിയെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. 20 പേരോളം സ്വർണം സമർപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ അവരുടെ പേരോ മറ്റു വിവരങ്ങളോ സ്വർണത്തിൻ്റെ അളവ് കണക്കോ സംബന്ധിച്ച് കുറുക്കിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഭക്തർ നൽകിയ സ്വർണം ഏറ്റുവാങ്ങാനും അത് റെക്കോർഡാക്കി സൂക്ഷിക്കാനും ചുമതലപ്പെടുത്തിയിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറെയാണ്. അതിനുവേണ്ടി ദേവസ്വം ബോർഡ് പ്രത്യേക ഉത്തരവും ഇറക്കിയിരുന്നു. എന്നാൽ ഈ ഉത്തരവ് പ്രകാരമുള്ള നടപടികൾ അവിടെ നടന്നില്ല. അപ്പം അങ്ങ് ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലിനും എതിരെ ഉണ്ടാക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്ന ഈ ആരോപണത്തിൻ്റെ കള്ളത്തരം എന്താണെന്നുള്ളത് അങ്ങയുടെ ഒരു സഹപ്രവർത്തകൻ തന്നെ മാതൃഭൂമി ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് തെറ്റാണ് എന്ന് അങ്ങേക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങേക്ക് ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ. അങ്ങനെ തന്നെയാണ്. ആ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ട് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കൊടിമര നിർമ്മാണത്തിന് ഈ സ്വർണ്ണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. കൂടുതൽ ഭക്തർ സ്വർണ്ണം സംഭാവന ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ഇതിലേക്ക് പോലീസ് അന്വേഷണമാണ് അഭികാമ്യം. ആയതിനാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം SIT വഴി നടത്തി സ്വർണ്ണ കൊടിമരവുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന വസ്തുത വെളിച്ചത്തു കൊണ്ടുവന്ന് ഭക്തജനങ്ങളിലുള്ള സംശയം ദൂരീകരിക്കേണ്ടതാണെന്ന് കാണുന്നു. ആയതിന് ശുപാർശ. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നിലവിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം ബോർഡ് അംഗത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പരാമർശമില്ല. അതേസമയം ASP കുറുപ്പ് എന്ന ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള അമിതമായ താല്പര്യവും അവിടെ വന്നിട്ടുള്ള നടപടിക്രമങ്ങളിലെ വീഴ്ചയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളിലെ വീഴ്ച എന്തെങ്കിലും മോഷണമാണോ എന്ന് നമുക്കറിയില്ല. അത് അങ്ങനെ ആരോപിക്കാൻ മതിയായ വസ്തുത നമ്മുടെ മുമ്പിലുമില്ല. എന്റെ ചോദ്യം 2019 കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പോലെ 2017 എന്ത് നടന്നു എന്നുള്ളത് അന്വേഷിക്കണ്ടേ എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായും അന്വേഷിക്കപ്പെടണം. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ആരാണ് അന്വേഷിക്കപ്പെടേണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് CPM ഇത് പ്രയാർ ഗോപാലകൃഷ്ണനിലേക്കും അജയ് തറയിലേക്കും കോൺഗ്രസിൻ്റെ തലയിലേക്കും കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഈ നാടകം അത് അവരുടെ തന്നെ വിജിലൻസ് വിഭാഗം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത് പോലെ ഈ ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ക്ഷേത്രക്കൊള്ളയെ സംബന്ധിച്ചുള്ള കേസ് എങ്ങനെയെങ്കിലും സമീകരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ്. അജയ് തറയിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും ഇതിനകത്ത് പങ്കാളികളെ ആണ് എന്നുള്ള ഒരു തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കാതെ ഇപ്പോൾ ഈ വാജിവാഹനത്തെ സംബന്ധിച്ചും അന്വേഷിക്കാൻ വേണ്ടി നടക്കുമ്പോൾ 2019 കേസ് അതാണോ? 2019 A പത്മകുമാർ സ്വന്തം കൈപ്പട കൊണ്ട് തിരുത്തി ഗൂഢാലോചനയുടെ ഒരു ഉത്തരവുണ്ടാക്കിയെന്നല്ലേ കേസ്. അതിൽ നിന്ന് CPM ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? CPM ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്
ഈ മറ്റന്വേഷണങ്ങളിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും SIT ഒരു കോടതിയുടെ മുമ്പിൽ ചെന്ന് ഇത് അന്വേഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഒരു കോടതിക്കും നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് പറയാൻ കഴിയില്ല. ക്രമക്കേടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഒരു കോടതിക്കും കഴിയില്ല. പക്ഷേ ഇവിടെ 2019 കേസ് അതല്ല. 2019 കേസ് വളരെ കൃത്യമായിട്ടൊരു ഗൂഢാലോചന മാതൃകയിൽ, അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ളയുടെ മാതൃകയിൽ ക്ഷേത്രക്കൊള്ള നടത്തുന്നതിന് വേണ്ടി ഗൂഢാലോചന ഉത്തരവുണ്ടാക്കിയതും ആ ഉത്തരവ് സ്വന്തം കൈപ്പടയിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുത്തി എന്നുള്ളതാണ് കേസ്. അതിനല്ലേ ഇന്നലെയും റിമാൻഡ് ജാമ്യം നിഷേധിച്ച് വീണ്ടും റിമാൻഡ്. ശരി.